ഹായ്. വർഷത്തിൽ 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ സമ്പാദിക്കാൻ സ്റ്റേഷൻ മാസ്റ്റർ കൺട്രോൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് CN04/2025 സെക്ഷൻ ഓഫീസർ. അപ്പോൾ ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷൻ മാസ്റ്ററെ കൺട്രോൾ ചെയ്യുക, ട്രെയിനിന്റെ സമയക്രമങ്ങൾ യഥാക്രമം പാലിക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ സേഫ്റ്റി കൺസേൺ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതാണ് ഇവരുടെ ജോലി. ഈ ഒരു നോട്ടിഫിക്കേഷൻ ആദ്യം വന്നത് 14 തീയതി, സെപ്റ്റംബർ മാസം 14 തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ആയത്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് 15, അവസാന തീയതി 14 ഒക്ടോബർ രാത്രി 12 മണി വരെയാണ് ഇതിന്റെ സമയം. ഓക്കെ, നെക്സ്റ്റ് ഏജ് ആണ് 20 മുതൽ 33 വയസ്സുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എത്രയാണ്? 368 ആണ് ടോട്ടൽ വേക്കൻസി വരുന്നത്. നെക്സ്റ്റ് വരുന്ന എക്സാമിനേഷൻ ഫീ ആണ്. അപ്പോൾ ഈ UR EWSകാർക്ക് 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്താൽ ഈ കൊടുക്കുന്ന തുക നമുക്ക് റീഫണ്ട് കിട്ടും. ആകെ UR EWSകാർക്ക് നമുക്ക് 500 രൂപ കൊടുത്താൽ അതിൽ 400 രൂപ നമുക്ക് കിട്ടും, 100 രൂപ ഡിഡക്ട് ചെയ്യും. എന്നാൽ SC ST എക്സ് സർവീസ്മാൻ അവർക്കൊക്കെ 250 രൂപയാണ് കൊടുക്കേണ്ടത്. അത് 250 രൂപ ഫുൾ ആയിട്ട് റീഫണ്ട് ലഭിക്കും. എന്നാൽ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമാണ് റീഫണ്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്. അപ്പോൾ മൊത്തം 4 tiers ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത് CBT, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വരുന്ന CBAT, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ കേരളത്തിന്റെ അടുത്ത സോൺ ആയിട്ടുള്ള ബാംഗ്ലൂരാണ് വേക്കൻസി കൂടുതൽ അൺറിസർവ്ഡിന്റെ കാര്യത്തിൽ. ഓക്കെ, ബാക്കി SC STയുടെ നമ്മൾ ആ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ആർക്കാണ് കൂടുതൽ കുറവെന്ന്. പിന്നെ വരുന്നത് വേക്കൻസി ട്രിവാൻഡ്രമാണ്, 7 വേക്കൻസി ആണ് ഉള്ളത്. പിന്നെ 3 വേക്കൻസിയാണ് ചെന്നൈ ഉള്ളത്. അപ്പോൾ വേക്കൻസി ഒക്കെ സൈഡിൽ നിൽക്കട്ടെ, നമുക്ക് ഭാഗ്യം നമ്മുടെ ഹാർഡ് വർക്ക് ഒക്കെ കറക്റ്റ് ഈക്വൽ ആയാൽ നമുക്ക് എന്തായാലും ജോലി കിട്ടും. ഇപ്പോൾ വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. നമ്മൾ അപ്ലൈ ചെയ്യാൻ മാക്സിമം പരിശ്രമിക്കുക.